വയനാട് വടക്കനാട് പച്ചാടിയിൽ കാട്ടാനാക്രമണത്തിൽ കർഷകൻ മരിച്ചതിൽ പ്രതിഷേധം ശക്തം. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തി. പ്രതിഷേധം ശക്തമായതോടെ കൊലയാളി ആനയെ പിടികൂടുമെന്നും 3 ദിവസത്തിനുള്ളിൽ ദൗത്യം തുടങ്ങുമെന്നും വനംവകുപ്പ് അറിയിച്ചു. സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. രാത്രി കൃഷിയിടത്തിൽ ആന ഇറങ്ങിയതറിഞ്ഞ് തുരത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് കർഷകനായ രജീവൻ ആക്രമിക്കപ്പെട്ടത്. രജീവിന്റെ കുടുംബത്തിന് ആദ്യ ഗഡു നഷ്ടപരിഹാരമായി 6 ലക്ഷം രൂപ ഇന്ന് തന്നെ നൽകുമെന്ന് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ജയരാജ് ബത്തേരി ചേരുന്ന വിവരങ്ങളുമായി. ജയരാജ്, ഒരു ചെറിയ നാളുകൾക്ക് ശേഷമാണ്, ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വന്യജീവി ആക്രമണം, കാട്ടാനാക്രമണം വയനാട്ടിലുണ്ടാകുന്നത്. വലിയ ഭീതിയിലാണോ ജനങ്ങൾ? പ്രത്യേകിച്ചും പ്രതിഷേധവുമായി നാട്ടുകാർ ഒന്നടങ്കം തെരുവിലിറങ്ങുന്നൊരു സാഹചര്യം പോലുമുണ്ട്. എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ അവസ്ഥ? ടോം, വയനാട്ടിലെ വടക്കനാട് പച്ചാടിയിൽ ഇന്നലെ രാത്രി കൃഷിയിടത്തിൽ ഇറങ്ങിയ ആനയെ തുരത്താൻ പോയ രാജീവ് എന്ന യുവാവാണ് ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാത്രി 9:30യോടെയാണ് രാജീവ് പുറത്തേക്ക് പോയത്. തുടർന്ന് രാത്രി 12 മണിയായിട്ടും കാണാത്തതിനെ തുടർന്നാണ് ബന്ധുക്കളും അയൽവാസികളും അന്വേഷിച്ചിറങ്ങിയത്. തോട്ടത്തിൽ കിടക്കുന്ന രീതിയിലാണ് രാജീവനെ കണ്ടത്. ഉടൻ ബത്തേരിയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. എന്നാൽ പരിക്കുകളൊന്നും കാണാത്തതിനാൽ തന്നെ ആനയുടെ ആക്രമണം ആണോ എന്ന സംശയവുമുണ്ടായിരുന്നു. എന്നാൽ രാജീവ് വീണ് കിടന്നിരുന്ന സ്ഥലത്ത് ആനയുടെ കാൽപ്പാടുകൾ കണ്ടിരുന്നു. തുടർന്ന് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരികാവയവങ്ങൾക്ക് ക്ഷതമേറ്റതായി കണ്ടെത്തിയതോടെ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതാണെന്ന് സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. ആന്തരിക രക്തസ്രാവമാണ് മരണകാരണം. എന്നാൽ കൊലയാളി ആനയെ പിടികൂടാൻ നടപടി സ്വീകരിക്കാതെ മൃതദേഹം ഏറ്റുവാങ്ങില്ലെന്ന് ബന്ധുക്കളും നാട്ടുകാരും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു സർവകക്ഷി യോഗം നടന്നത്. കൊലയാളി ആനയെ പിടികൂടുമെന്നും 3 ദിവസത്തിനുള്ളിൽ ദൗത്യം ആരംഭിക്കുമെന്നും അതുമായി ഇന്ന് തന്നെ ഉയർന്ന ഉദ്യോഗസ്ഥരെ സമീപിക്കും എന്നാണ് വനംവകുപ്പ് മുന്നോട്ട് വെച്ചത്. എന്നാൽ ഉത്തരവ് ഇന്ന് തന്നെ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു സർവകക്ഷി നേതാക്കൾ. തുടർന്ന് ഇന്നത്തെ ഡേറ്റിൽ തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉറപ്പ് നൽകിയതായും പിന്നീട് വനംവകുപ്പ് അറിയിച്ചു. എന്തായാലും ഇവിടെ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ജനങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെ തുടർന്നാണ് ഫോണിൽ വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ച് ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കും എന്നുള്ള ഒരു ഉറപ്പ് വനംവകുപ്പ് നൽകിയത്. ഈ അവസരത്തിൽ ജയരാജ്, ഇവിടെ സ്ഥിരമായി ഇങ്ങനെ വന്യജീവി ശല്യമുള്ള പ്രദേശമാണോ? പ്രത്യേകിച്ചും ഈ ഒരു പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ സർവകക്ഷി യോഗം ഉൾപ്പെടെ ചേർന്നിരുന്നല്ലോ. എന്താണ് തീരുമാനമുണ്ടായിരിക്കുന്നത്? ഈ നാട്ടുകാരുടെ, ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ ഭരണകൂടം? തീർച്ചയായും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ 10 ലക്ഷം രൂപ ഈ മരിച്ച രാജീവിന്റെ കുടുംബത്തിന് കൊടുക്കുമെന്നാണ് ഇപ്പോൾ വനംവകുപ്പ് പറഞ്ഞിട്ടുള്ളത്. അത് സാധാരണ കൊടുക്കുന്ന ഒരു തുകയാണ്. എന്നാൽ വലിയ തുകയായിരുന്നു ജനങ്ങൾ ആവശ്യപ്പെട്ടത്. പക്ഷെ അതിലേക്ക് പോയിട്ടില്ല. എന്തായാലും ആദ്യ ഗഡു നഷ്ടപരിഹാരമായി 6 ലക്ഷം രൂപ മരിച്ച രാജീവിന്റെ അമ്മയുടെ പേരിൽ ചെക്കായി ഇന്ന് നൽകും. കൂടാതെ സംസ്കാര ചടങ്ങുകൾക്കായി 20,000 രൂപയും കുടുംബത്തിൽ ഒരാൾക്ക് താൽക്കാലിക ജോലി നൽകുമെന്നും വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഇതിന് ശേഷമാണ് മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ തയ്യാറായത്. അതുപോലെ തന്നെ കൊലയാളി ആനയെ ഉടൻ പിടികൂടുമെന്നും ശക്തമായ കാവൽ പ്രദേശത്ത് ഏർപ്പെടുത്തുമെന്നും വനംവകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ടോം, ഇവിടെ പറയേണ്ട ഒരു കാര്യം, ഏതാണ്ട് 1600-ലധികം കുടുംബങ്ങളിൽ 6000-ലധികം ജനങ്ങൾ അധിവസിക്കുന്ന ഒരു മേഖലയാണ് ഈ പച്ചാടി വടക്കനാട് മേഖല എന്ന് പറയുന്നത്. ഇത് വയനാട് ജില്ലയിലെ ഒരു കർഷകർ താമസിക്കുന്ന കാടിനോട് ചേർന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വന്യമൃഗശല്യത്തിന് വർഷങ്ങളായിട്ട് ഒരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് പറയേണ്ടത്. 10 വർഷത്തിനിടയിൽ ഏതാണ്ട് 10-ലധികം ആളുകൾ കാട്ടാനയുടെയും അതുപോലെ തന്നെ കടുവയുടെയും ആക്രമണത്തിൽ ഈ ഒരു പ്രദേശത്ത് തന്നെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതിലെടുത്തു പറയേണ്ടത് 2 വർഷം മുൻപ് ഈ യുവാവ് അല്ലെങ്കിൽ ഈ രാജീവ് മരണപ്പെട്ടതിന് തൊട്ടടുത്താണ് ഒരു ആദിവാസി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതും. എന്തായാലും വന്യമൃഗശല്യം രൂക്ഷമായ സമയത്ത്, അതായത് 2019 ജില്ലയിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമരം ഇവിടെ നടന്നിരുന്നു. 11 ദിവസം പുരുഷന്മാരും അതുപോലെ തന്നെ 10 ദിവസം സ്ത്രീകളും നടത്തിയ നിരാഹാര സമരം വലിയ ജനശ്രദ്ധ പിടിച്ചു പറ്റിയതും സംസ്ഥാനത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളുമൊക്കെ നടന്നതാണ്. നിരവധി മന്ത്രിമാരും ഒക്കെ വന്നതാണ്. പക്ഷെ ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം അതല്ല. തുടർന്ന് പല വാഗ്ദാനങ്ങളും നൽകിയാണ് അന്ന് സമരം അവസാനിപ്പിച്ചത്. അതിനുശേഷം അക്രമകാരിയായ വടക്കനാട് കൊമ്പനെ മാസങ്ങളുടെ സമഫലമായി വനംവകുപ്പ് മയക്കുവെടി വെച്ച് പിടിച്ചു എന്നല്ലാതെ വാഗ്ദാനം നൽകിയ റെയിൽ ഫെൻസിംഗ് തുടങ്ങി യാതൊരു പ്രവൃത്തികളും നടന്നിട്ടില്ല. തുടർന്നും വന്യമൃഗശല്യം ഇപ്പോൾ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്.
കൃഷി ഉപജീവന മാർഗമായി സ്വീകരിച്ച കർഷകർക്ക് അവരുടെ കാർഷിക വിളകൾക്കോ ജീവനോ ഒരു തീർച്ചയായും ഈ സംരക്ഷണവും വന്യജീവി ശല്യം രൂക്ഷമാകുന്നു. ഈ ആനയെ പിടികൂടുന്ന കാര്യത്തിൽ പോലും നടപടി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ ഉത്തരവ് ഇടുന്ന കാര്യത്തിൽ ഈ കാലതാമസം ഉണ്ടാകുന്നത് ജയരാജ്? തീർച്ചയായും ടോം, ഇത്തരത്തിൽ ഇവിടെ വന്യമൃഗ ആക്രമണം നടക്കുമ്പോൾ അതല്ലെങ്കിൽ കടുവ ആക്രമണമാണെങ്കിലും ആനയുടെ ആക്രമണം ആകുമ്പോഴും ഒക്കെ ഒരാൾ മരിച്ചതിന് ശേഷമായിരിക്കും അതിന്റെ തുടർ നടപടികൾ. അതുവരെ വേണ്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വയനാട് ജില്ലക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രത്യേകിച്ച് വനാതിർത്തിയിൽ താമസിക്കുന്നവരുടെ ഒരു ഗതികേട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു ആക്രമണം നടന്നു അല്ലെങ്കിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഉത്തരവ് ലഭിക്കണമെങ്കിൽ 2-3 ദിവസം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ആ ഒരു അവസ്ഥ അറിയാവുന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗത്തിൽ ഇന്ന് ഉത്തരവ് പുറപ്പെടുവിക്കാതെ അതിന് അല്ലെങ്കിൽ പിന്നോട്ടില്ല എന്നുള്ളൊരു ആവശ്യം വെച്ചത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് തന്നെ ഈ വനവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡനുമായി സംസാരിച്ചതിന് ശേഷമാണ് ഇന്ന് തന്നെ ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്താൻ അല്ലെങ്കിൽ ഇന്ന് തന്നെ ഉത്തരവ് പുറപ്പെടുവിക്കുമെന്ന് പറഞ്ഞത്. അപ്പൊ ഇവിടുത്തെ ഏറ്റവും നമ്മൾ എടുത്തു പറയേണ്ടത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അതൊരു പെട്ടെന്നുള്ള നടപടിയായിട്ട് മാറുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ആനയെ പിടികൂടാനുള്ള ഒരു ഉത്തരവ് ഇന്ന് തന്നെ ഇറങ്ങുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ. യെസ് ജയരാജ് ബത്തേരിയാണ് വിവരങ്ങൾ നൽകിയത് വയനാട്ടിൽ നിന്ന്. വയനാട് വടക്കനാടാണ് കാട്ടാന ആക്രമണത്തിൽ കർഷകൻ മരിച്ചത്. വലിയ പ്രതിഷേധമുണ്ട്. പോസ്റ്റ്മോർട്ടത്തിൽ ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റതായാണ് കണ്ടെത്തിയത്. ഈ വന്യജീവി ആക്രമണത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം, വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടാകണമെന്ന ആവശ്യമാണ് ജനങ്ങൾ ഉയർത്തുന്നത്. സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.